നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും ഇവന് എന്ത് ഭവിക്കും? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആര് എന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവന് പത്രോസ് കണ്ടിട്ട്, കർത്താവേ, ഇവന് എന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളും അവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടം ഉണ്ടെങ്കിൽ അത് നിനക്ക് എന്ത്? നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. സാധാരണ മനുഷ്യർക്കുള്ള ഒരു കാര്യമാണിത്. മറ്റുള്ളവൻ്റെ കാര്യത്തിൽ ഇടപെടുക, തലയിടുക. ശിഷ്യന്മാരിൽ ഒരിക്കലും അതുണ്ടാകാനായിട്ട് പാടില്ല. പക്ഷേ പത്രോസ് യേശുവിനോട് ചോദിക്കുകയാണ്, നിന്നെ ഏറ്റവും സ്നേഹിച്ച, നിന്റെ നെഞ്ചോട് ചാഞ്ഞിരുന്ന യോഹന്നാന് എന്ത് സംഭവിക്കും? അവനും എന്നെപ്പോലെ വൃദ്ധനായ ശേഷമാണോ മരിക്കുക? അവനും രക്തസാക്ഷി മരണമാണോ സംഭവിക്കുക? ഇതൊക്കെയാണ് പത്രോസ് ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ള ആളുകൾക്ക് നമ്മളെക്കാൾ നന്മ ഉണ്ടാകുന്നതിൽ സന്തോഷിക്കാനായിട്ടാണ് നമുക്ക് കഴിയേണ്ടത്. കാരണം അങ്ങനെ വാക്യമുണ്ട്, സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും ദുഃഖിക്കുന്നവരോട് കൂടെ ദുഃഖിക്കുക, അല്ലെങ്കിൽ കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യാം. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഇതിലേതാണ് എളുപ്പം? ചെല്ലു ചാടിക്കയറി പറയും സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാനാണ്. അല്ല, ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഒരാൾ വീണു, ഒരാൾക്ക് അപകടം പറ്റി, ഒരാൾ തോറ്റു, ഒരാൾ കിടപ്പിലായി, അവിടെ പോയിട്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരോടുകൂടിയൊക്കെ ആയിരിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഒരാൾക്ക് ജയമുണ്ടായി, പ്രൊമോഷനുണ്ടായി, ഒരാൾ ഒരു സ്ഥലം വാങ്ങിച്ചു, ഒരാൾ അല്ലെങ്കിൽ ഒരു വീട് വെച്ചു, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിച്ചു, എന്നാൽ ചെന്ന് കണ്ടിട്ട് ഒരു വാക്ക് അനുമോദിക്കാം. അതിന് ഉള്ളൊരു മനസ്സ് നമുക്കില്ല. സന്തോഷിക്കുന്നവർ കൂടെ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു മരണ വീട്ടിൽ ആളുകൾ ആരും ക്ഷണിക്കാതെ ചെല്ലും. ഒരു അപകടം പറ്റി ഒരാളെ കാണാനും ആരും ക്ഷണിക്കാതെ പോകും. പക്ഷേ സന്തോഷ വീട്ടിൽ ക്ഷണിച്ചല്ലേ പോകൂ. കല്യാണ വീട്ടിൽ ഒരു ഹൗസ് വാമിങ്, അതിന് ക്ഷണിച്ചേ ആളുകൾ പോകത്തുള്ളൂ. അതാണ്. അപ്പോൾ ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കാൻ എളുപ്പമാണ്, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ ബുദ്ധിമുട്ടാണ്. 73 സങ്കീർത്തനം ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ആസാഫ് പറയുന്നത്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നിയെന്നാണ്. എന്തിനാണ് മറ്റുള്ളവരുടെ സൗഖ്യത്തിലേക്ക് തലയിട്ട് നോക്കിയത്? അത് പാടില്ല. മറ്റുള്ളവരുടെ ആ സുഖത്തിലേക്ക് നമ്മൾ തലയിട്ട് നോക്കാനായിട്ട് പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിൽ അവരോടൊപ്പം സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ആസാഫിന് തൻ്റെ വേദന, തൻ്റെ പ്രയാസം, തൻ്റെ രോഗം, തൻ്റെ ഇല്ലായ്മ, അതൊക്കെ നിമിത്തമാണ് അദ്ദേഹത്തിന് നിരാശയുണ്ടായത്. ദിവസം പരിശോധിച്ചാൽ ഇതൊരു സ്ഥിരമായൊരു പ്രതിഭാസമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു ഉപമയിൽ, ഒരു ദേശത്ത് പോകുന്ന യജമാനൻ ഒരാൾക്ക് 5 താലന്തും വേറെ ആൾക്ക് 2 താലന്തും മറ്റൊരാൾക്ക് 1 താലന്തും കൊടുത്തു. 5 താലന്തും 2 താലന്തും ലഭിച്ചവർ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ചു. 1 കിട്ടിയവൻ കുഴിച്ചിട്ടു. കാരണം എന്താണ്? അവൻ നോക്കിയപ്പോൾ മറ്റവർക്ക് വളരെയധികം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ കൊതിക്കറിവ് കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. വേറൊരു ഉദാഹരണം കർത്താവ് പറഞ്ഞു. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കാൻ വേണ്ടി പോയി. പ്രഭാതം മുതൽ വിളിച്ചു. ഒരു 7 മണി നേരത്തായിരിക്കാം, നമ്മുടെ 7 മണിക്ക്, പിന്നെ 9 മണിക്ക്, പിന്നെ 12 മണിക്ക്, പിന്നെ 3 മണിക്ക്, പിന്നെ വൈകുന്നേരം 5 മണിക്ക്. അവരുടെ കണക്കനുസരിച്ച് 11 മണി നേരം, 6 മണിയാകുമ്പോൾ പണി കയറും. 11 മണി നേരത്തും അദ്ദേഹം വിളിച്ചു, വൈകുന്നേരത്ത് 5 മണിക്ക്. കാരണം ഈ മുന്തിരി കൃത്യസമയത്ത്
പറിച്ചെടുക്കുന്നില്ലെങ്കിൽ, അറുത്തെടുക്കുന്നില്ലെങ്കിൽ അത് കേടുവരും. അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ആദ്യം വിളിച്ചവർക്കൊക്കെ ഒരു വെള്ളിക്കാശ് പറഞ്ഞൊത്താണ് വിളിച്ചത്. 11-ാം മണി നേരത്ത് വന്നവരോട് ഒന്നും പറഞ്ഞില്ല. ഒരു വെള്ളിക്കാശിൻ്റെ ഒരു 10-ലൊന്ന് അല്ലെങ്കിൽ ഒരു ചെമ്പുകാശിനുള്ള വകുപ്പേ ഉള്ളൂ. ഒന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം, ഈ ഉടമസ്ഥൻ, ആ ഒരു നാഴിക പണിത അവസാനം വന്ന 11-ാം മണി നേരത്ത് വന്ന ആളുകളെ ആദ്യം വിളിച്ചിട്ട് ഒരു വെള്ളിക്കാശ് കൊടുത്തു. അത് ആദ്യം വന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരോട് പറഞ്ഞൊത്തത് കൃത്യം കൊടുത്തു. അതിലല്ല അവരുടെ പ്രശ്നം. എന്തിന് ഈ 1 മണിക്കൂർ മാത്രം പണിഞ്ഞവർക്ക് ഞങ്ങൾക്ക് തുല്യം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സൗഖ്യം അത് കണ്ടിട്ട് അസൂയപ്പെടുകയാണ്. യജമാനൻ നല്ലവനായതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്തത്. കാരണം അവന് ഒരു കുടുംബമുണ്ട്. അവനെന്തെങ്കിലും കൊണ്ടുവരുന്നത് കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും അല്ലെങ്കിൽ അവൻ്റെ പ്രായമായ അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കുടുംബം കഴിയണ്ടേ എന്ന് വിചാരിച്ചാണ് കൊടുത്തത്. ആരും പണിക്ക് വിളിച്ചില്ല. അത് അവരുടെ തെറ്റല്ലല്ലോ. അതുകൊണ്ട് ആ നല്ല മനുഷ്യൻ ഒരു വെള്ളിക്കാശ്, ഒരു ദിവസത്തെ കൂലി അങ്ങനെയുള്ളവർക്കും കൊടുത്തു. പക്ഷേ അതിൽ അസൂയ പിടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദോത്സവ കഥാപാത്രങ്ങളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ദാവീദിൻ്റെ അഭിവൃദ്ധിയിൽ ദാവീദ് തൻ്റെ മകളുടെ ഭർത്താവാണെങ്കിൽ പോലും അസൂയാലുവായിരുന്നു. അതുപോലെ യാക്കോബിൻ്റെ അമ്മായപ്പൻ ലാബാൻ, യാക്കോബിൻ്റെ അഭിവൃദ്ധിയിൽ അദ്ദേഹം അസൂയാലുവായിരുന്നു. യോസേഫിൻ്റെ സഹോദരന്മാർ യോസേഫിൻ്റെ അഭിവൃദ്ധിയിൽ അസൂയാലുക്കളായിരുന്നു. അങ്ങനെ വേദപുസ്തകത്തിൽ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പത്രോസും അങ്ങനെ ഒരാളായിരുന്നു. പത്രോസ് യേശുവിനോട് ചോദിക്കുകയാണ്, യോഹന്നാൻ എന്ത് സംഭവിക്കും? അപ്പോൾ യേശു ശാസിച്ചുകൊണ്ട് പറയുകയാണ്. ചില ആൾ പറഞ്ഞത് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് പറയുമ്പോൾ ആഗോള സഭയുടെ നേതാവായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു എന്നാണ്. അല്ല, തന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷ അവഗണിച്ച്, അതിനെ ഉപേക്ഷിച്ച് ഉപജീവനത്തിനു വേണ്ടി പോയ ആളെ യേശു മടക്കി വരുത്തിയപ്പോൾ ഏൽപ്പിച്ച ശുശ്രൂഷ എൻ്റെ ആടുകളെ മേയ്ക്കുന്ന ദൈവവേല ചെയ്യുക എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, ആഗോള നേതാവായിട്ട് മാറ്റിയെങ്കിൽ യേശു ഇപ്പോൾ പറയുകയാണ്, ഞാൻ വരുന്നതുവരെ അവനിരിക്കണമെന്ന് എനിക്ക് താല്പര്യമെങ്കിൽ നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്കുക. തീർച്ചയായിട്ടും അതൊരു വലിയ ശാസനയാണ്. നീ മറ്റ് ശിഷ്യന്മാരുടെ കാര്യത്തിൽ വളരെ ആകുലചിത്തനാകേണ്ട. അവരെ നിന്നേക്കാൾ ഒരുപക്ഷെ ഞാൻ അനുഗ്രഹിച്ചു എന്ന് വരാം. നീ നിന്റെ ശുശ്രൂഷയിൽ ഉറച്ചിരിക്കുക. ഇതാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തരുന്ന ശുശ്രൂഷയിൽ, നമുക്ക് തരുന്ന സാമ്പത്തിക സ്ഥിതിയിൽ, നിലവാരത്തിൽ, നമുക്ക് തരുന്ന സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ തൃപ്തരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റൊരാളുടെ സന്തോഷത്തിൽ ഒരിക്കലും അസൂയപ്പെടുവാൻ ഇടയാകാതിരിക്കട്ടെ. അവൻ്റെ നന്മ കൊണ്ട് ദൈവം അവൻ അങ്ങനെ കൊടുത്തു എന്ന് മാത്രം വിചാരിക്കുക. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.